സുജു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളാണ് പത്തനംതിട്ടയിൽ പല പ്രധാനപ്പെട്ട ഇടങ്ങളിലും സ്ഥാനാർത്ഥികളായി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാഹുലിന്റെ കൊള്ളരുതായ്മകളെയൊക്കെ പിന്തുണച്ചതിനും അതിനോടൊക്കെ ചേർന്ന് നിന്നതിനും കിട്ടിയ പ്രതിഫലമാണോ ആ സ്ഥാനാർത്ഥി പട്ടികയിലെ അവരുടെ പേരുകൾ? ഇതിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുണ്ട്, സൂക്ഷിക്കുക എന്ന് ബോർഡ് വെക്കേണ്ട അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത് സുജു? സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പലപ്പോഴും പറഞ്ഞ രാഹുലിനെ സസ്പെൻഡ് ചെയ്തു, ശക്തമായ നടപടി സ്വീകരിച്ചു, ഞങ്ങൾ മാറ്റി നിർത്തിയെന്ന്. എന്നാൽ രാഹുലിനെ സസ്പെൻഷന് ശേഷവും രാഹുലിനൊപ്പം ഒരു സന്തത സഹചാരി എന്ന പോലെ നടക്കുന്നതാണ് ഫിനി നായനാൻ. ഫിനി മാത്രമല്ല, മറ്റ് റിനോ പി രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്കെല്ലാം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വമാണ് നൽകിയിരിക്കുന്നത്. അതായത് പാലക്കാട്ടെ പെട്ടി വിവാദം മുതൽ വ്യാജ തിരിച്ചറിയൽ കാർഡ്, അതായത് ആദ്യം വ്യാജ തിരിച്ചറിയൽ കാർഡായിരുന്നല്ലോ ആ കേസ്, അവരുടെ പെട്ടി വിവാദം തുടങ്ങി എല്ലാ സംഭവങ്ങളിലും രാഹുലിനൊപ്പം ചേർത്ത് വെച്ച പേരാണ് ഫിനി നായനാൻ. പക്ഷേ ഫിനി നായനാൻ അടൂർ നഗരസഭയിൽ 8ാം വാർഡിൽ സീറ്റ് കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. ഫിനി നായനാനിൽ ഒതുങ്ങുന്നില്ല ഈ പേരുകൾ. റിനോ പി രാജന് ഏറത്ത് പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് റിനോ പി രാജനെ മത്സരിപ്പിക്കുന്നത്. പഴകുളം ശിവദാസൻ എന്നിവരും രാഹുലിനൊപ്പം രാഹുലിൻ്റെ അടുത്ത ആളുകളാണ്. ഇവരെല്ലാം തന്നെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ KSU ജില്ലാ ജനറൽ സെക്രട്ടറി നസ്മൽ കാവേളിയും മത്സരിക്കുന്നുണ്ട്. അടൂർ നഗരസഭയിലെ 22ാം വാർഡിലാണ് ഏറത്ത് ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ മത്സരിക്കുന്ന ഉണ്ണികൃഷ്ണൻ ചൂരക്കോട് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ രാഹുലിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. നമ്മളിപ്പോൾ പ്ലേ ചെയ്ത ആ സ്റ്റോറിയിൽ തന്നെ രാഹുൽ തനിക്ക് വന്ന ലൈംഗിക പീഡന ആരോപണ കേസിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് ഫിനി നായനാനും ഈ പഴകുളം ശിവദാസനും റിനോ പി രാജൻ്റെയും ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ആ ഘട്ടത്തിലൊക്കെ രാഹുലിനൊപ്പം നിലയുറപ്പിക്കുകയും പിന്നീട് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ശേഷം രാഹുലിനൊപ്പം പ്രവർത്തിച്ച ആളുകളെ കൂടി ആളുകൾക്ക് സീറ്റ് നൽകുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നൽകുന്ന സന്ദേശം ഇതാണ്: രാഹുലിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്, രാഹുലിനോട് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഈ വോട്ടിംഗ് ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തിന്. കാരണം ഫിനി നായനാൻ ഒരു പക്ഷേ ഒളിവിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2ാമത്തെ പരാതിയിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന കംപ്ലയിൻറ്റിൽ കേസെടുത്തിരിക്കുമ്പോൾ ഫിനി അതിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട്. ഫിനി നിലവരെ മാധ്യമങ്ങളെ കണ്ട് പരസ്യമായി പ്രതികരണം നടത്തുകയും വാർഡിൽ സജീവമാണ്. പക്ഷേ ഇപ്പോൾ കേസെടുത്ത സാഹചര്യത്തിൽ ഫിനി ഇനി എന്ത് ചെയ്യുമെന്നും ഇത്തരം ആളുകൾക്ക് വേണ്ടി വോട്ട് പിടിക്കേണ്ട ഗതികേടിൽ കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിൽ. മനു.